നിങ്ങൾ എത്ര പേര് ഈ പഴം കഴിച്ചിട്ടുണ്ട്? ഞങ്ങളുടെ നാട്ടിൽ ഇതൊക്കെ സുലഭമായിട്ട് ഇത്. ഹലോ, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ നല്ലോണം വേർത്ത് കുളിച്ച് വെയിലത്ത് മോനൊക്കെ കണ്ടോ ടാനൊക്കെയായി. ടാൻ എന്ന് പറഞ്ഞപ്പോൾ മോന്തൊക്കെ വേറൊരു കളറായതുപോലൊക്കെ തോന്നുന്നു. അപ്പം നമ്മളിന്ന് വിറക് വറക്കാൻ പോകണം. നമ്മുടെ വീടിൻ്റെ അപ്പുറത്ത് വിറകിൻ്റെ മരം വെട്ടി. അപ്പോൾ അവിടെ നമ്മൾ വിറക് പറക്കാൻ പോവുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കുറേ നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു വെയിറ്റ് കുറയണം എന്നുള്ളത്. അപ്പോൾ ഞാൻ എക്സസൈസ് ചെയ്യുന്നുണ്ട്, ഭക്ഷണം കുറയ്ക്കുന്നുണ്ട്. സാധാരണ ഞാൻ ഭക്ഷണം കഴിക്കുന്ന രീതിക്കുള്ള ശരീരമായിരുന്നില്ല, അതിലും അപ്പോൾ ഞാൻ കഴിക്കുന്ന ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിന് അനുസരിച്ചുള്ള ശരീരമായിരുന്നില്ല എൻ്റെ. എനിക്ക് നല്ല രീതിക്ക് വണ്ണമുണ്ടായിരുന്നു. വണ്ണം എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ 78, ഇതിൻ്റെ ഭയങ്കര വെയിൽ, ഞാൻ 78 കിലോ ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഡോക്ടറെ കാണാൻ പോയി. അപ്പോൾ ഞാൻ ആയുർവേദം കുറച്ചുള്ള കഴിച്ചു. കഷായമൊക്കെ കുടിക്കാനൊക്കെ ഒരു മടി, കഷായം അരിഷ്ടമൊക്കെ തല്ല. അപ്പോൾ അത് കുടിക്കാനൊരു മടി. ഇംഗ്ലീഷ് മരുന്നാണെങ്കിൽ വെറുതെ കഴിച്ചാൽ മതിയല്ലോ. പക്ഷേ എനിക്ക് ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചാലും വലിയ റിസൾട്ടൊന്നും എനിക്കുണ്ടായില്ല. അപ്പോൾ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചാൽ ഇപ്പോൾ അവരെന്താ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുമ്പോൾ പറഞ്ഞാൽ നിങ്ങൾ എക്സസൈസ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയണത്, കണ്ടോ. അപ്പോൾ എന്തായെന്ന് വെച്ചാൽ, ഞാൻ ഇംഗ്ലീഷ് മരുന്ന് നമുക്കിപ്പോൾ എന്താണ് പ്രത്യേകിച്ച് ഒന്നും തരുന്നില്ല. അവരൊരു എക്സസൈസ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് കേട്ടോ. അമ്മല്ലേ അമ്മയെടുത്ത് പോവാ, നീ പൊക്കോ അങ്ങോട്ട്. ഒരുത്തൻ വിറകെടുത്തോണ്ട് പോയത് എന്നോട് തരാൻ പറഞ്ഞ് സമ്മതിക്കണില്ല. അവൻ്റെ ഒരു ആകാംക്ഷ. ദൈവം ഈ പറമ്പ് കാണിച്ചിട്ട് നല്ല രസമുണ്ട്. ഇതുപോലെ ഇങ്ങനെ പൂവുണ്ടായിരിക്കണ്, നല്ല ഭംഗിയുണ്ട്. ഇത് കളറ് ഉണ്ടോ. ലാസ്റ്റ് എൻ്റെ വണ്ണം കുറയാൻ വേണ്ടി ഞാൻ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഷുഗർ കട്ട് ചെയ്ത്. എനിക്കിങ്ങനെ വർഷമായിട്ടൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഈ വെയിറ്റ് കുറയാമെന്നുള്ള എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഞാൻ കുറയണം ചിന്തിക്കുന്തോറും എൻ്റെ വെയിറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. ലാസ്റ്റ് എന്താ ഷുഗർ കട്ട് ചെയ്തു. ഷുഗർ കട്ട് ചെയ്യാന്ന് വെച്ചാൽ എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ ഷുഗർ കട്ട് ചെയ്യാൻ ഓർക്കും. പക്ഷെ എന്താണ് പറ്റില്ല. ഞാൻ ആകെ കുടിക്കുന്ന ചായയാണ്. വല്ലപ്പോഴേക്ക് എന്തെങ്കിലും മധുരം കഴിക്കും. പക്ഷെ ഡയറി മിൽക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ എന്നും കഴിക്കില്ല, ആഴ്ചയിൽ 1-2 വട്ടം കഴിക്കത്തുള്ളൂ. പിള്ളേർക്കൊക്കെ മേടിക്കും, അവർക്കും ഞാൻ ഷുഗർ അങ്ങനെ ഐറ്റംസ് മറ്റേ പലഹാരമൊക്കെ ഭയങ്കര കുറച്ച് കൊടുക്കത്തുള്ളൂ. അപ്പം ഞാൻ ഒരു ദിവസം എന്താ എപ്പോഴും നിങ്ങൾ എനിക്ക് എന്നും ഞാൻ ഈ വണ്ണം കുറയ്ക്കണം എന്നുള്ള ആഗ്രഹം മനസ്സിൽ തുടങ്ങി. അന്ന് മുതൽ ഷുഗർ കട്ടിനെ കുറിച്ച് ചിന്തിക്കണേ. പക്ഷെ എന്നെക്കൊണ്ട് പറ്റില്ല. അങ്ങനെ ഒരു രാവിലെ ഉണ്ട് ഇപ്പോൾ ഞാൻ ചായ നിർത്തി ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് നമുക്ക് ചായ കുടിക്കണം എന്നുള്ള ആഗ്രഹമില്ല. എന്തെങ്കിലും സ്വീറ്റ് ഐറ്റംസ് കഴിക്കണമെന്ന് ആഗ്രഹമൊന്നും എനിക്കില്ല. അപ്പം ഞാനത് കണ്ടിന്യൂസ് നിർത്തി. കൂടെ ഞാൻ നടക്കാനും പോകും. അങ്ങനെ നടന്ന് ഈ ഷുഗർ കട്ടും കൂടി ചെയ്തപ്പോഴത്തേനും ഒരു 3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ചേഞ്ചസ് എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്കിതിൽ നിന്ന് എന്താ കാര്യം മനസ്സിലായെന്ന് വെച്ചാൽ, ഞാൻ എന്ത് എക്സസൈസ് ചെയ്താലും PCOD ഉള്ള ഒരാൾ നമ്മൾ ഷുഗർ കട്ട് ചെയ്യുമ്പോൾ ാണ് യഥാർത്ഥ റിസൾട്ട് വരുന്നത് എനിക്ക് മനസ്സിലായി. കാരണം ഇതിന് മുമ്പ് തലകുത്തുമായിട്ടുണ്ട്, ഓടുക ചാടുക രാവിലെ അടക്കാൻ പോലും എല്ലാം ചെയ്ത് ഭക്ഷണമൊക്കെ ഭയങ്കര കുറച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും ഷുഗർ കട്ട് ചെയ്തപ്പോഴാണ് ഞാൻ വെയിറ്റ് കുറഞ്ഞത്. ഒടുക്കത്തെ വെയിലെന്ന് വെച്ചാൽ ഒടുക്കത്തെ വെയിലാണ്. ക്യാമറയിൽ കൂടെ കണ്ടാൽ മനസ്സിലാവുമെന്ന് അറിയില്ല, പക്ഷെ എൻ്റെ ഫേസൊക്കെ ചെറുതായിട്ടുണ്ട്. ഇപ്പം എന്നെ നേരിട്ട് കാണാൻ ഒരാൾക്ക് മനസ്സിലാവും വെയിറ്റ് കുറഞ്ഞത് കേട്ടോ. കാരണം അതിന് ഡ്രസ്സൊക്കെ ഇടുമ്പോൾ എനിക്ക് കുറച്ച് ഇങ്ങനെ ലൂസായിട്ട് പോകുന്നുണ്ട്. പക്ഷേ എന്തായാലും ഒരു 3 മാസം അല്ലെങ്കിൽ 4 മാസത്തോളം ഷുഗർ കട്ട് ചെയ്യാമെന്നാണ് എൻ്റെ പ്ലാൻ. അങ്ങനെ നമ്മൾ സ്പോട്ടിലെത്തിയേക്കുവാണ്. അമ്മേ, നല്ല പൊരി വെയിലത്താട്ടോ. അങ്ങനെ നമ്മൾ സ്പോട്ടിലെത്തി. ഇന്ന് വൈകുന്നേരം അമ്പലത്തിൽ കണ്ണൻ്റെ ഡാൻസ് ഉണ്ട്. അപ്പോൾ അവനോട് അതാണ് ഞാൻ വരണ്ടെന്ന് പറഞ്ഞത്. ഇത് ഭയങ്കര വെയിലാണ്. ഒന്നാമത് അവനെയും അലർജിയൊക്കെ ഉള്ള. അപ്പോൾ ഈ വെയിലത്തും വന്ന് പൊടിയൊക്കെ കാരണം ഇനിയിപ്പോൾ പെട്ടെന്ന് വല്ല വയ്യായ്മ വന്നാലോന്ന് ഓർത്തത് വരണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ബാലിന് ഭയങ്കര ഇഷ്ടം ഇങ്ങനെയൊക്കെ വന്നത് കേട്ടോ. അവിടെ ഇല്ല, അവിടെ ഉണ്ട്. അവിടെ ഒരാൾ നിൽക്കുന്ന കണ്ടോ, ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. ലളിതാമ്മൻ്റെ അമ്മേ പോയാ. അപ്പോൾ ഇത് നല്ല ഒരു വലിയ റബ്ബർ തോട്ടമായിരുന്നു.
അപ്പോൾ അവർ ആ റബ്ബർമാരൊക്കെ വെട്ടി ഇതിൻ്റെ ഉള്ളിൽ നേരത്തെ പൈനാപ്പിൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇവർക്ക് വേണ്ട. പൈനാപ്പിൾ ഇഷ്ടം മാതിരി ഉണ്ടാവും. അപ്പം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയുക, സീസൺ ആകുമ്പോൾ ഉണ്ടാകുമ്പോൾ ഇഷ്ടം മാതിരി ഞങ്ങൾ പറിച്ചിട്ട് അത് കൊണ്ട് കൊടുക്കും. പക്ഷേ കൊടുക്കുമെന്ന് വെച്ചാൽ നമ്മുടെ റിലേറ്റീവ്സിന് കൊടുക്കും, അപ്പുറത്തെ വീട്ടുകാർക്ക് കൊടുക്കും, അങ്ങനെ കൊടുക്കും. ഈ വിറക് ഇപ്പം നമ്മൾ കൂട്ടിയേക്കണേ കേട്ടോ. അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ ഇലയൊക്കെ കൊഴിഞ്ഞ് അത് ഏകദേശം ഉണങ്ങുമ്പോൾ നമ്മൾ കുറച്ചായിട്ട് കൊണ്ടുപോകും. ഇപ്പം നമ്മളെന്താണെന്ന് വെച്ചാൽ കുറച്ച് ഉണങ്ങിയ വിറകുകൾ കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ എടുത്തുകൊണ്ട് പോലാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ബാല് കുറച്ച് വിറകായിട്ട് പോയിട്ടുണ്ട്. കുറച്ച് കുട്ടികളുണ്ട്. അപ്പോൾ അവർക്കുടെ കൂടെ ബാല് പോയിട്ടുണ്ട്. ആ ബാല് പോയത് കണ്ടോ? അതിൻ്റെ ഫ്രണ്ടിൽ 2 കുമ്പിള്ളേരുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ധൈര്യമായിട്ട് വിട്ടത് കേട്ടോ. എൻ്റെ ദൈവം, ആ ചെക്കനോട് ഇനി വരണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പെമ്പിള്ളേർക്കൂടെ വരും. അവൻ ഇങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടം. എന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ കൂടെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാനൊക്കെ കേട്ടോ. എന്ന് വെച്ചാൽ കുഞ്ഞിലേ മുതൽ ഞാൻ കുഞ്ഞു കാര്യങ്ങൾ ഏൽപ്പിക്കും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നു. അപ്പം അത് കാരണം നമ്മളെന്ത് ചെയ്താലും കൂടെ വന്നൊക്കെ ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് വരണ്ടെന്ന്. ഇനി വരുമോയെന്നും അറിയത്തില്ല. ഇവിടെ വിറക് വറക്കാൻ വന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഏരിയ നല്ല രസമാണ്. അവന് ഞങ്ങൾ നടക്കാൻ പോകും. നേരത്തെ ഞങ്ങൾ കുറച്ച് 2 മാസം മുമ്പ് ഞങ്ങൾ ഇത് കൂടെ നടക്കാൻ പോകും. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഒരു സ്ഥലം ഞാൻ കാണിച്ചത് എങ്ങനെ ഇരിക്കണേന്ന്. ഒരു നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. പക്ഷേ അങ്ങനത്തെ പാടം അങ്ങനെയൊന്നും അല്ല, ഇതൊരു കനാലിൻ്റെ സൈഡാണ്. പക്ഷെ നല്ല രസമാണ് ഇത്. അപ്പോൾ അവൻ ഇത് കൂടെ ആളൊന്നുമില്ല. അതിന് ഇടയ്ക്ക് 2-3 വണ്ടി പോവും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവൻ ഇത് കൂടെ ഭയങ്കര ഇഷ്ടമാണ് വന്നത്. പക്ഷേ വെയിലത്തല്ല, ഞാൻ വരണ്ടെന്ന് വെച്ചാൽ സമ്മതിച്ചില്ല. ഞാനും വരാമെന്ന് പറഞ്ഞു. അങ്ങനെ വന്നാൽ ഞാൻ ഇത്ര വെയിൽ പക്ഷെ പ്രതീക്ഷിച്ചില്ല. കാരണം വീടിനടക്ക് കുറച്ച് തണലായിരുന്നേ. അപ്പം ഞാൻ ഇങ്ങോട്ട് ഇത്ര വെയിൽ പ്രതീക്ഷിച്ചില്ല. കാരണം നേരത്തെ ഫുൾ മരമാണല്ലോ. ആ മരം ഉള്ളത് കാരണമാണ് നമുക്ക് നേരത്തെ തണലായിട്ട് വന്നു. ഇപ്പം മരമൊക്കെ വെട്ടിക്കളഞ്ഞ് പുടുക്കത്തെ വെയിൽ. അങ്ങോട്ട് ഒരു പ്രത്യേക രസം ഇത് കൂടെയൊക്കെ നടക്കാനൊക്കെ. അപ്പോൾ നമ്മൾ ഏകദേശം വിറകൊക്കെ എടുത്ത് കഴിഞ്ഞു. ഇനി വിറകെടുക്കാൻ പോകണം. അതിന് ശേഷം കനാലിൽ കുളിക്കണം. ഇന്നത്തെ മെയിൻ കാര്യങ്ങൾ വെറുതെ കനാലിൽ കുളിക്കുക, പിന്നെ കണ്ണൻ്റെ ഡാൻസ് ഉണ്ട് അമ്പലത്തിൽ, അത് കാണാൻ പോകുക. ഇവിടെ കൊണ്ട് കുറേ പേര് വേസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇത്രയും നല്ല ഉണ്ടോ ഈ ഒരു ഏരിയയിൽ ഉണ്ടോ? പക്ഷെ അങ്ങോട്ട് ഇട്ടിട്ടില്ല. ഈ എന്തോന്ന് പറയാനാ, ആ വരുന്ന ആളൊക്കെ ഉണ്ടോ? ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു. വെയിലത്ത് വരണ്ടെന്ന് പറഞ്ഞാണേ വന്നേക്കണ. കണ്ടാ ഇവരൊക്കെ വിറക് കുറക്കാൻ വന്നേക്കണാണ്. അമ്മ എന്തിനാ അമ്മ വെയിലത്ത് വന്നതിലുള്ളത്? അമ്മ പണി എടുക്കാതെ മാത്രം ഇരിക്കില്ല ഇവരൊന്നും. ഇങ്ങനെ ഇടാം. മതിയോ? മതി. ഞാൻ ഒരു കയ്യിലെടുക്കാൻ പറ്റിയത് മാത്രമേ എടുത്തിട്ടുള്ളൂ എൻ്റെ അമ്മയെ. എന്നാലും വെയിറ്റ് ഇട്ടാം. പക്ഷെ അമ്മയൊക്കെ തലയിൽ വെച്ചിട്ട് ഓടും. പക്ഷെ എനിക്ക് തലയിൽ വെച്ച് കൊണ്ടുവരാനുള്ള അറിയത്തില്ല, എനിക്കിങ്ങനെ അറിയത്തുള്ളൂ. അപ്പം ഞാൻ കയ്യിലെടുക്കാൻ പറ്റിയത് മാത്രം എടുത്തിട്ട് വീട്ടിൽ പോവാണ്. നോക്കൂ, കണ്ണീട്ടൊക്കെ പോകണം. പൊടി കാറ്റുണ്ട്. ചത്ത് അയ്യപ്പ, എൻ്റെ കോലൊക്കെ നോക്കൂ. എൻ്റെ പൊന്നോ വയ്യാമ്മേ. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെ പോകുന്നത്. നല്ല ഒരു രസമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തടുത്തായിട്ടുള്ള പല കാര്യങ്ങൾ ഞാനിടാം. ഓക്കെ, ബൈ.